നവംബർ മാസം കഴിഞ്ഞു. നവംബർ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഴ്സയ്ക്ക് വളരെ അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ളൊരു മാസമായിരുന്നു കമ്പയറിംഗ് ടു പ്രീവിയസ് മന്ത്സ്. മൊത്തം 6 കളി ഉണ്ടായിരുന്നതിൽ 3 മാത്രമേ ജയിച്ചിട്ടുള്ളൂ. ഇതിലൊരു കളി സെറ്റാവുകയൊക്കെ ഏജൻസ് ആയിട്ടുള്ള കളിയാണ്. 2-2 ഡ്രോ ആയ കളിയാണ്. അവസാന 10 മിനിറ്റിൽ റെഡ് കാർഡും കിട്ടി, 2 ഗോളും കൺസിഡർ ചെയ്ത് തോറ്റ പോലെയായ ഒരു ഗെയിമായിരുന്നു. ബാഴ്സയുടെ 125th ആനിവേഴ്സറിയുടെ അന്ന് ലാസ് പാൽമസിനോട് 2-1 തോറ്റ കളി. ഫസ്റ്റ് ആയിട്ടുള്ള ആ ഒരു നവംബർ മന്ത് അങ്ങനെ തീർന്നു. ഡിസംബർ മന്തിലേക്ക് വന്നു. ഫസ്റ്റ് കളി റയൽ മയോർക്കയോടുള്ള കളി 5-1 ജയിച്ചു. ബാഴ്സ ബാക്ക് ഇൻ ദ വിന്നിംഗ് ട്രാക്ക് താങ്ക്സ് ടു ലമിൻ യമാൽസ് റിട്ടേൺ. അത് പറയാതിരിക്കാൻ പറ്റില്ല. എനിവേസ്, റയൽ മയോർക്കയോടുള്ള വിജയം ഒരു ഭയങ്കര കോൺഫിഡൻസ് തരുന്ന ഒരു വിക്ടറി ആയിരുന്നു. 5-1 വിജയിച്ചത് മാത്രമല്ല, അത് ഫസ്റ്റ് ഹാഫിൽ കുറച്ചൊരു അണ്ടർ പെർഫോമിംഗ് ആയിരുന്നു ബാഴ്സലോണ. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അതിനേക്കാൾ കൂടുതൽ പവർഫുൾ ആയിട്ടുള്ളൊരു ടീമായിട്ട് 4 ഗോൾ അടിച്ചുകൊണ്ട് ജയിച്ച ഒരു കംബാക്ക്, അതൊരു കിടിലൻ കംബാക്ക് ആയിരുന്നു എന്ന് പറയണം. ആ ഒരു ഇൻറ്റൻസിറ്റി തിരിച്ചു വന്നത് ഭയങ്കരമായിട്ട് വിസിബിൾ ആയിരുന്നു. ഈ ഇൻറ്റൻസിറ്റിയാണ് കഴിഞ്ഞ മാസം നവംബർ മാസത്തിൽ ബാഴ്സലോണ കാര്യമായിട്ട് ലാക്ക് ചെയ്തത്. ബാഴ്സ മോശം പെർഫോമൻസ് ആയിരുന്നു എന്ന് പറയുന്നത് ആക്ച്വലി ലാലിഗയിൽ മാത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ സ്റ്റിൽ സെർവന സൊസൈറ്റിയോടുള്ള വിജയമാണെന്നുണ്ടെങ്കിലും ബ്രസ്റ്റിനോടുള്ള 3-0 വിക്ടറി ആണെന്നുണ്ടെങ്കിലും ബാഴ്സലോണ ഒരു കൺവിൻസിങ് ആയ വിജയം കൈവരിച്ചു എന്ന് പറയാൻ, പൂർണ്ണമായിട്ട് പറയാൻ എനിക്കെന്തായാലും പറ്റുന്നില്ല. ആസ് എ ഫാൻ ബാഴ്സലോണയുടെ ഇൻറ്റൻസിറ്റി കാര്യമായിട്ട് ലാക്ക് ചെയ്തത് കാണാൻ പറ്റുന്ന 2 മാച്ചസ് ആയിരുന്നു ഈ ചാമ്പ്യൻസ് ലീഗ് ഗെയിംസ് ഉൾപ്പെടെയുള്ള നവംബറിലെ എല്ലാ മാച്ചസും. മയോർക്കിനോടുള്ള ഗെയിമിൽ റോബർട്ട് ലെവൻഡോസ്കി, ബാഴ്സലോണയുടെ ഗോൾ സ്കോറിംഗ് മെഷീൻ എന്ന് പറയാവുന്ന റോബർട്ട് ലെവൻഡോസ്കി ആബ്സെൻ്റ് ആയിരുന്നു. പക്ഷെ സ്റ്റിൽ അതിൻ്റെ ഒരു പ്രശ്നമൊന്നും ആസ് എ ഹോൾ നമുക്ക് ടീമിൽ ഫീൽ ചെയ്തിട്ടില്ല. ഫെറാൻ ടോറസിൻ്റെ ആ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് ഒരു സ്ക്രാപ്പി ഫിനിഷാണ്. അതുപോലെ ലെവൻഡോസ്കിയുടെ പോലത്തെ ആ ഒരു ഏരിയൽ ത്രെട്ട് അതൊന്നും ഫെറാൻ ടോറസില്ല. നമുക്കറിയാം ഫെറാൻ ടോറസ് ഒരു വേൾഡ് ക്ലാസ് പ്ലെയർ അല്ല. വേൾഡ് ക്ലാസ് പ്ലെയർ അല്ല എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് റോബർട്ട് ലെവൻഡോസ്കി പോലെയുള്ള ആ ഒരു ലെവലിലുള്ള പ്ലെയർ അല്ല. രണ്ടുപേരും 2 പ്രൊഫൈലുള്ള പ്ലെയേഴ്സാണ്. ആ കാര്യങ്ങളെല്ലാം എഗ്രി ചെയ്യുമ്പോൾ പോലും ലെവൻഡോസ്കിയുടെ ആബ്സൻസ് അത്ര കാര്യമായിട്ട് ഫീൽ ചെയ്തില്ല എന്ന് തന്നെ വേണം പറയാൻ. പേഴ്സണലി സ്പീക്കിംഗ്, ബാഴ്സലോണയ്ക്ക് പൗ വിക്ടറിനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഫെറാൻ ടോറസിനെ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ ഐഡിയൽ എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 125th ആനിവേഴ്സറിക്കാണ് ബാഴ്സലോണ ലാസ് പാൽമസിനോട് ഹോം ഗ്രൗണ്ടിൽ ഇത്രയധികം ബാഴ്സ ഫാൻസിന് മുന്നിൽ നിന്ന് തോക്കുന്നത്. ആ കളിയിൽ നമുക്കൊരു ഔട്ട്സ്റ്റാൻഡിങ് പ്ലെയർ ഉണ്ടായിരുന്നത് റഫീഞ്ഞ മാത്രമാണ്. റഫീഞ്ഞ ആ ഒരു വേൾഡ് ക്ലാസ് ഗോള് മാത്രമാണ് നമുക്കൊരു ഗുഡ് മൊമെൻറ്റ് എന്ന ആ കളിയിൽ പറയാനുള്ള ഒരേ ഒരു സാധനം. എനിവേ, അതിനുശേഷം റഫീഞ്ഞ മീഡിയാസിൻ്റെ മുന്നിൽ വന്നിട്ട് ഹിറ്റ് ചെയ്തത് ബാഴ്സലോണ ആസ് എ ടീം മൊത്തത്തിൽ ഹിറ്റ് ചെയ്തതെല്ലാം നമ്മൾ ഓർക്കുന്നുണ്ടാവും. ഭയങ്കര ഫ്യൂരിയസ് ആയിരുന്നു. അതിനുശേഷം ആക്ച്വലി ടീം ഇമ്പ്രൂവ് ആയി എന്ന് തന്നെ വേണം പറയാൻ. അതുപോലെ എടുത്തു പറയണം മറ്റൊരു പ്ലെയർ ഡാനി ഓൾമോ ആണെന്ന് തോന്നുന്നു. ഡാനി ഓൾമോ ഇൻഫോം ആയിട്ടുള്ള ഡാനി ഓൾമോ എന്ന് പറയുന്നത് അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള പ്ലെയറാണ്. ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് നിൽക്കുന്നു, ഭയങ്കര ഇൻട്രിക്കറ്റ് ആയിട്ടുള്ള പാസസ് വരുന്നു, അതുപോലെ ലോങ് റേഞ്ച് ഫിനിഷസ് ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ്. ടോട്ടലി ഡാനി ഓൾമോ ഇൻഫോം ആയിരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ടീമിന് മാർക്ക് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്ലെയറാണ്. ഭയങ്കര വേഴ്സറ്റൈലാണ്. ലെഫ്റ്റിലും കാണാം, റൈറ്റിലും കാണാം, സെൻറ്ററിലും കാണാം, ചിലപ്പോൾ സ്ട്രൈക്കറിന്. ഇപ്പം ഫെറാൻ ടോറസ് മയോർക്കെതിരെ അടിച്ച ഗോളിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗോൾ വരുന്നത് ആക്ച്വലി ആ സെൻറ്റർ ഫോർവേഡ് റണ്ണ് നടത്തുന്നത് ഡാനി ഓൾമോ ആണ്. ഫെറാൻ ടോറസ് എന്ന് ഇൻ ബിഹൈൻഡ് നമ്പർ 10 റണ്ണാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിവേ, അങ്ങനെ എല്ലാ പൊസിഷനിലും കളിക്കാൻ പറ്റുന്ന ഭയങ്കര വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ഡാനി ഓൾമോ. നമുക്ക് ആക്ച്വലി ഈ ഒരു കഴിഞ്ഞ ഗെയിം തൊട്ട് ബാഴ്സലോണയ്ക്ക് ആ ഡാനി ഓൾമോനെ തിരിച്ച് കിട്ടിയെന്ന് വേണം പറയാൻ. ഇനിയിപ്പോൾ സപ്പോസ് ഡാനി ഓൾമോ പുറത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് അല്ലെങ്കിൽ സെക്കൻഡറി ഓപ്ഷനായിട്ട് വരുന്ന പ്ലെയർ ഫെർമിൻ ലോപ്പസും കുറേ കൂടെ ഒരു അറ്റാക്കിംഗ് ത്രെട്ട് എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ഡീപ്പർ മിഡ്ഫീൽഡിൽ പെഡ്രി കസാഡോ കോമ്പിനേഷൻ, അത് ആസ് എവറിബഡി നോസ് അതൊരു ഭയങ്കര ക്ലാസിക് കോമ്പിനേഷൻ ആണെന്ന് മാത്രമല്ല അത് ഭയങ്കര ഫ്രഷ് ഡൈനാമിക്സ് ഉള്ളൊരു ഡ്യുവോ ആണ്. എനിക്ക് റയൽ മയോർക്കയോടുള്ള കളിയിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഡിജോങ്ങിൻ്റെ ഒരു റിവൈവലാണ്. റിവൈവൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇഞ്ചുറിക്ക് ശേഷം ഡിജോങ് വന്ന് കളി തുടങ്ങിയത് ഏതാണ്ട് കുറച്ച് കാലമായി. ആക്ച്വലി ഒക്ടോബറിൽ റിട്ടേൺ ആയി എന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് തോന്നുന്നത് ബയൺ മ്യൂണിക്കിനോടുള്ള കളിയിലെല്ലാം ഡിജോങ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വരുന്നത് ഭയങ്കര ഒരു ഗെയിം ചേഞ്ചിങ് സാധനമൊക്കെ ഉണ്ടാക്കിയെങ്കിലും പിന്നീട് ഒരു കളിയിൽ അത് കണ്ടില്ല.
ആ ഒരു ഡീപ്പർ റോളിൽ ഫ്രാങ്കി ഡിജോങ് അത്ര സൂപ്പർ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ ഒരു പോയിന്റ് നമ്മൾ കണ്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റയൽ മയോർക്കയോടുള്ള കളിയിൽ ഫ്ലിക്ക് ഡിയോങ്ങിന് ഒരു പുതിയ പൊസിഷൻ അസൈൻ ചെയ്ത് കൊടുക്കുന്ന പോലെ കണ്ടത്. ആസ് ഇൻ ഡിയോങ് കുറേ കൂടെ ഫർദർ അപ്പ് ദ പിച്ചായിരുന്നു, അവർക്ക് ഡിഫെൻസീവ് ഡ്യൂട്ടീസ് കുറവായിരുന്നു. നമുക്കറിയാം ഡിയോങ് ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറായിട്ട് നിൽക്കുന്ന സമയത്തുള്ളൊരു പ്രശ്നം, ഡിയോങ് ഒട്ടും സ്പീഡിലുള്ളവരല്ല. ഡിയോങ് പക്ഷേ അതേസമയം ബോൾ നന്നായിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. അതുപോലെ ബോൾ റിട്ടൻഷൻ എന്ന് പറയുന്ന സാധനത്തിൽ ഡിയോങ് വേറെ ലെവലാണ്. ബിക്കോസ് ഡിയോങ് ബോൾ ഒരാൾക്ക് പാസ് ചെയ്തതിനു ശേഷം എങ്ങനെയെങ്കിലും ബോൾ കൗണ്ടർ അറ്റാക്കിന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഡിജോങ്ങിനെ ആക്ച്വലി ട്രാക്ക് ബാക്ക് ചെയ്ത് എത്താനൊക്കെ കുറച്ച് സമയമുള്ളൂ. അതേസമയം ഡിജോങ്ങിനെ ഫർദർ അപ്പ് ദ പിച്ച് നമ്മൾ ഡിപ്ലോയ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു നമ്പർ 10 ആയിട്ടൊന്നും ഡിജോങ്ങിനെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു ഹൈബ്രിഡ് 8 and 10 ആ ഒരു കൈൻഡ് ഓഫ് റോള് കമ്പയർ ചെയ്യുന്നത് മേ ബി ഒരു കഴിഞ്ഞ 1-2 സീസൺസിലുള്ള ഒരു ഡിബ്രൂയിന ആ ഒരു ലെവലിൽ അങ്ങനെ ഞാൻ ആ പ്ലെയർ ട്രൈറ്റ്സ് അല്ല പറയുന്നത്, ആ ഒരു പൊസിഷൻ അത് ഭയങ്കര ഒരു റെവലേഷൻ ആയിരുന്നു തോന്നുന്നു. ലൈക്ക് നമുക്കറിയാം അത് ഒരു ഗോളും ഒരു അസിസ്റ്റുമാണ് ഡിയോങ്ങിന് കഴിഞ്ഞ കളിയിൽ സബ്ബായിട്ട് വന്നതിന് ശേഷം കൊടുത്തത്. ഈ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്ത് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ബൂസ്റ്റ് തന്നെയായി. ആ ഒരു റോളിൽ ഡിയോങ് പ്ലേ ചെയ്യുന്നത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഡിയോങ് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാനുള്ള ആ ഒരു പെർഫോമൻസ് ഡിസ്പ്ലേ ചെയ്തെന്ന് തോന്നുന്നില്ല. എസ്പെഷ്യലി നമുക്ക് പെക്കിംഗ് ഓർഡറിന് മുമ്പുള്ള ആൾക്കാരെന്ന് പറയുന്നത് പെഡ്രി, ഡാനിയൽ മോ, ഫെർമിൻ ലോപ്പസ് ഇവരൊക്കെയാണ്. ഡിജോങ്ങിനെ നമ്മളൊരു 75 മില്യൺ കൊടുത്തിട്ട് അയാക്സ് എന്ന് വാങ്ങിക്കുന്ന സമയത്ത് ഫെർമിൻ ലോപ്പസ് എന്നുള്ള പ്ലെയറിനെ വേറെ ആർക്കും അറിയുന്നുണ്ടാവില്ല. ഫെർമിൻ ലോപ്പസിൻ്റെ ആ ഒരു റൈസ് എന്ന് പറയുന്നത് ഒരു അനദർ സ്റ്റോറി, നമുക്ക് മറ്റൊരു വീഡിയോയിൽ വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ബാഴ്സലോണയുടെ ഡിസംബറിലെ പെർഫോമൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതിന് മുമ്പ് പറഞ്ഞതിന് എല്ലാത്തിനേക്കാളും കൂടുതൽ ലമീൻ യമാൽ റിട്ടേൺ ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ലമീൻ യമാൽ എന്നൊരു പ്ലെയർ 17 വയസ്സുള്ള ആ ഒരു പ്ലെയർ പിച്ചിലുള്ള സമയത്ത് ബാഴ്സലോണ ആ ഹോൾ ക്യാമ്പിന് കിട്ടുന്ന ഒരു എക്സ്ട്രാ എനർജി എന്ന് പറയുന്നത് നമുക്ക് റീപ്ലേസബിൾ ആയിട്ടുള്ളൊരു സാധനമല്ല. ആസ് എൻ പൊസിഷൻ ടീമിൽ ഒരാൾ എന്തായാലും എപ്പോഴും ലമീൻ യമാലിനെ മാർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം, അല്ലാണ്ട് പറ്റില്ല. അതുപോലെ ലമീൻ യമാലിന് ടൈം ആൻഡ് സ്പേസിൽ ബോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിഷൻ ടീമിന് ലമീൻ യമാലിൻ്റെ മേലെ ഡെവലപ്പ് ചെയ്യാതെ വേറെ ചോയ്സ് ഇല്ല. ലമീൻ യമാലിൻ്റെ മേലെ ഒരു ടീം ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം മറ്റൊരു ഭാഗത്ത് നമുക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ക്രിയേറ്റ് ചെയ്യുന്ന സ്പേസിനെ പെർഫെക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഓഫ് കോഴ്സ് ബാഴ്സയ്ക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. ലമീൻ യമാലിൻ്റെ ഇൻട്രൊഡക്ഷൻ കൊണ്ട് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടിയ ഒരു പ്ലെയർ എന്ന് പറയുന്നത് ജൂൾസ് കുണ്ടേ ആയിരിക്കും. ജൂൾസ് കുണ്ടേ വിത്തൗട്ട് ലമീൻ യമാൽ ഒരു ബിലോ ആവറേജ് റൈറ്റ് ബാക്ക് ആണെന്ന് വേണം പറയാൻ. പക്ഷേ ആസ് സൂൺ ആസ് ലമീൻ യമാൽ ഗെറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ജൂൾസ് കുണ്ടേൻ്റെ ഗെയിം പ്ലേ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആകുന്നുണ്ട്. അത് നമുക്ക് മയോർക്കനോടുള്ള കളിയും കാണാം, അതുപോലെ അതിന് മുമ്പുള്ള കളികൾ നോക്കിയാലും മനസ്സിലാവും. സെൽറ്റാവിഗിനോടുള്ള കളിയൊക്കെ ഓർമ്മയുണ്ടാവും, അത്രയും സബ്പാറായിട്ടുള്ള പെർഫോമൻസാണ് ജൂൾസ് കുണ്ടയുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നത്. ഇനി അതേസമയം റയൽ ബെറ്റിസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ കമ്പാരിറ്റീവ്ലി ഒരു സ്ട്രോങ് പെർഫോമൻസ് ആയിട്ടല്ല ഇപ്പോൾ ഈ കളിയിലേക്ക് വരുന്നത്. കഴിഞ്ഞ 5 കളിയുള്ളതിൽ 2 കളി തോക്ക്, 2 കളി ഡ്രോ ആവുകയും ചെയ്തു, 1 കളി മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ അവസാനത്തെ കളി തോക്കുകയും ചെയ്തു. പക്ഷേ റയൽ ബെറ്റിസ് എന്നുള്ള ടീമിന് നമുക്ക് എഗെയിൻസ്റ്റ് ബാഴ്സലോണ കളിക്കുന്ന സമയത്ത് ഒരു സമയത്ത് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. നമുക്ക് നബിൽ ഫിക്കറൊക്കെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് എത്ര മോശം ടീമാണെന്ന് പറഞ്ഞാലും അവരുടെ അതുവരെയുള്ള പെർഫോമൻസ് ഒരു ലെവൽ കൂട്ടിയിട്ടായിരിക്കും റയൽ ബെറ്റിസ് ബാഴ്സലോണയോട് കളിക്കുന്നത്. നമുക്കെപ്പോഴും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്കെപ്പോഴും പ്രീവിയസ് സീസൺസിൻ്റെ മാച്ചസ് നോക്കുമ്പോൾ നമുക്ക് വിസിബിളി കാണാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു. അത് തന്നെയാണ് ഞാനിപ്പോൾ ഈ മാച്ചിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. റയൽ ബെറ്റിസിനെ കുറിച്ച് പറയുമ്പോൾ മെൻഷൻ ചെയ്യാൻ മറക്കാൻ പാടില്ലാത്ത പ്ലെയേഴ്സാണ് മാർക്ക് ബാട്ര, അബ്ദേ സസൂയി, അതുപോലെ വിക്ടർ റോക്കെ. ഒരു ബാഴ്സലോണയുടെ പ്ലെയേഴ്സായിരുന്നു. അബ്ദേ സസൂയി നമുക്കറിയാം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ സീസണിലെല്ലാം ബാഴ്സലോണയുടെ പ്രീ സീസൺ ഫ്രണ്ട്ലീസിനെല്ലാം US ടൂറിനെല്ലാം പോയ പ്ലെയറാണ്. ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലെയറാണ്. ഒരു മൊറോക്കൻ പ്ലെയറാണ്, ഭയങ്കര ഫാസ്റ്റായിട്ടുള്ളൊരു വിങ്ങറാണ്. പുള്ളിയുടെ ആ ഒരു റണ്ണെല്ലാം ഭയങ്കര രസമാണ്, ഭയങ്കര ക്വിക്കായിട്ടുള്ള ഒരു പ്ലെയറാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലെയറാണ് അബ്ദേ സസൂയി. ഇനി മാർക്ക് ബാട്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ മാർക്ക് ബാട്ര ആക്ച്വലി ഇപ്പോൾ റയൽ ബെറ്റിസിൻ്റെ വൺ ഓഫ് ദി ലെജൻഡറി പ്ലെയേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള
ആയിട്ടുള്ള പ്ലെയറാണ്. മാർബോട്ടർ ഏതാണ്ട് കഴിഞ്ഞ 6-7 സീസൺസ് ആയിട്ട് റയൽ ബെറ്റിസിന് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. റയൽ ബെറ്റിസ് സെൻട്രൽ ഡിഫൻസ് എന്നുള്ള സ്ഥാനത്തിലെ ഒരു കീ പ്ലെയറാണ്. പിന്നെയുള്ള പ്ലെയർ വിക്ടർ റോക്കയാണ്. വിക്ടർ റോക്കേനെ കഴിഞ്ഞ സീസണിൽ ഷാവിയുടെ ലാസ്റ്റ് സീസണിൽ ലാറ്റർ സ്റ്റേജസിൽ ഇതിൻ്റെ ട്രാൻസ്ഫർ വിൻഡോയിൽ പെട്ടെന്ന് അവിടെ പോയി സൈൻ ചെയ്ത് കൊണ്ടുവന്ന പ്ലെയറാണ്. വേണ്ടത്ര ഒരു പെർഫോമൻസ് കിട്ടിയില്ല എന്നുള്ളതിനപ്പുറം വേണ്ടത്ര ഒരു പ്രയോറിറ്റി വിക്ടർ റോക്കി കിട്ടിയില്ല എന്നുള്ളത് ഒരു നോൺ ഫാക്റ്റാണ്. റോബർട്ട് ലെവൻഡോസ്കി എന്നുള്ളൊരു പ്ലെയർ നമ്മളുടെ സ്ക്വാഡിലെടുത്തോളം കാലം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലെയറിനെ നമുക്ക് വിക്ടർ റോക്കിയിൽ കാണാൻ പറ്റില്ല. പക്ഷേ വിക്ടർ റോക്കി ഒരു ലെഫ്റ്റ് വിങ്ങറായിട്ടോ റൈറ്റ് വിങ്ങറായിട്ടോ കളിക്കുകയും ചെയ്യില്ല. ഒരു ലേറ്റർ സ്റ്റേജസിൽ റോബർട്ട് ലെവൻഡോസ്കിക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വരിക എന്നുള്ളതല്ലാതെ വിക്ടർ റോക്കിക്ക് നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കണമെങ്കിൽ ഈ സെൻട്രൽ ഫോർവേഡ് എന്നുള്ള പൊസിഷനിൽ തന്നെ ഇറങ്ങണം എന്നുള്ളത് കൊണ്ട് വിക്ടർ റോക്കിയുടെ പെർഫോമൻസ് സബ്പാറായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചൊരു എക്സ്പെക്റ്റേഷൻ ലെവലിൽ നിന്ന് വളരെ താഴെ ആയിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഒരിക്കലും അത് വിക്ടർ റോക്കി എന്നുള്ള പ്ലെയറിൻ്റെ ടാലൻറ്റിനെ എഴുതി തള്ളുന്നത് പോലെയുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ബ്രൈറ്റ് ഫ്യൂച്ചർ ഉള്ള ഒരു പ്ലെയർ തന്നെയാണ്. പക്ഷേ ഈ സീസൺ അനലൈസ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു ഹിറ്റ് ആൻഡ് മിസ് പോലെയാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ഗെയിമിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പിന്നെ റയൽ ബെറ്റിസിൽ എടുത്തു പറയേണ്ട 2 പ്ലെയേഴ്സാണ് ജിയോവാനി ലോ സെൽസോയും പിന്നെ പാബ്ലോ ഫോർണൽസും. ലക്കിലി ഫോർ ബാഴ്സലോണ പാബ്ലോ ഫോർണൽസ് കളിക്കുമോ എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. അത് ഇഞ്ചുറി ആയിട്ട് ഇരിക്കുകയാണ്. പാബ്ലോ ഫോർണൽസ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഭയങ്കര കീ പ്ലെയറാണ്. ആ സീസൺ നബിൽ ഫക്കർ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ആ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്നുള്ള റോളിൽ കൃത്യമായിട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് വന്ന പ്ലെയറാണ്. വെസ്റ്റാമിൽ നിന്ന് ജോയിൻ ചെയ്തതാണ് പാബ്ലോ ഫോർണൽസ്. ബാഴ്സലോണയോട് വരുന്ന കളിയിൽ അതേ വിക്ടർ റോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാഴ്സലോണ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പ്ലെയർ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ജിയോവാനി ലോ സെൽസോ ആയിരിക്കും. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. അതുപോലെ ആൾ ക്രിയേറ്റിവിറ്റിയും ഇൻറ്റൻസിറ്റിയും ഒരേ സമയം കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് എൻ്റെ കണക്കൂട്ടലിൽ ബാഴ്സലോണയ്ക്ക് ഏറ്റവും കൂടുതൽ തലവേദന കൊണ്ടുവരാൻ പോകുന്ന പ്ലെയർ ജിയോവാനി ലോ സെൽസോ ആയിരിക്കും. ഇനിയൊരു റിസൾട്ട് പ്രൊഡിക്ഷനാണ്. ഇപ്പോൾ ബാഴ്സലോണ റയൽ ബെറ്റിസ് ഗെയിം ബാഴ്സലോണ 5-2 ജയിക്കും. അറ്റ്ലീസ്റ്റ് 3 ഗോൾ അഡ്വാൻറ്റേജിന് 5-2 ജയിക്കും. അതിൽ ലമിൻ യമാലിന് അറ്റ്ലീസ്റ്റ് 1 ഗോളെങ്കിലും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് തോന്നുന്ന റിസൾട്ട് എന്താണെന്ന് അത് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ വേറെ ഫർദറായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും. യാ, താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.